എൻ്റെ ക്യൂട്ടീസ് എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് നമ്മൾ ഇപ്പം വരയ്ക്കാനൊന്നും അറിയത്തില്ല ട്രേസിങ്. അപ്പം ഞാൻ സാധാരണ അത്ര ട്രേസ് ചെയ്യാറില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ട്രേസ് ചെയ്യണമെന്ന് വിചാരിക്കാനും നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് നമ്മുടെ പേപ്പർ കോപ്പി. അതിനുവേണ്ടി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പിക്ചേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ട്, ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ. ഇപ്പം നിങ്ങൾക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജ് വരയ്ക്കാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിന് വേണ്ടി ഇങ്ങനത്തെ സ്റ്റിക്കറിന് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ഇത് ജസ്റ്റ് ഇത് ചെയ്യുക, അതിൻ്റെ മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡൗൺലോഡ് ഇമേജ് ആവും. അത് കഴിഞ്ഞാൽ പറ്റും പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ പേപ്പർ കോപ്പി ആപ്പ് എന്ന് പറഞ്ഞ ആപ്പാണ്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ്, വേറെ അങ്ങനെ ഒരു ആപ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാകുമ്പം ഈസി ആയിട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല തന്നെ. അപ്പോൾ എന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ പിക്ചർ വന്നിരിക്കും. അപ്പോൾ ഇനി നമുക്കതിനെ വലുതാക്കുമോ ചെറുതാക്കുമോ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും, ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ ബോർഡർ മാറ്റി നമുക്ക് വേറെ വേറെ ബോർഡർ ആക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ എത്തിച്ചാൽ റൊട്ടേറ്റ് ചെയ്യാം, വലുതാക്കിയെടുക്കാം, ചെറുതാക്കിയെടുക്കാം, പല പല ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ വരച്ചാൽ അത് നമ്മുടെ ഫോൺ അനങ്ങത്തില്ല, അപ്പം നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പം എത്ര വലുപ്പത്തിലാണെന്ന് വെച്ചാൽ എടുത്ത ശേഷം താഴെ ലോക്ക് എന്നുള്ളതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് ഇനി ലോക്ക് തുറക്കണമെങ്കിൽ സൈഡിൽ നമ്മുടെ വോളിയം കീ ബട്ടണില്ലേ അത് അമർത്തുമ്പോഴത്തേക്കും നമ്മുടെ വോളിയം ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ ആ ലോക്ക് സാധാരണ നമ്മൾ ഈ പൂട്ട് ഇട്ട് സാധാരണ തുറക്കുന്ന പോലെ തുറന്നു വരും. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുകയും എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അനങ്ങത്തില്ല. അതാണ് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചിരുന്നത്, നിങ്ങളിങ്ങനെ ലോക്ക് ഇടുന്ന കാര്യം കാണിക്കാൻ വേണ്ടിയാണേ. അപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഈസി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ അനക്കാൻ പറ്റുന്നുണ്ടോ? ഇനി അനക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. കാരണം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ അതേ മുകളിൽ കൂടെ തെന്നി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഏത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലൈറ്റിൽ മാത്രം വരയ്ക്കുമ്പോൾ ഈസി. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, ഇല്ലാതെ വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ലൈറ്റൊക്കെ നിർത്തിയിട്ട് ഇതിൻ്റെ ലൈറ്റിൽ മാത്രം വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ശേഷം ഇനി നമ്മൾ പേപ്പർ വെക്കുക. പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച ശേഷം നമ്മൾ ഇപ്പം പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമെന്ന് പേടിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചാലും മതിയാണ് പേപ്പർ. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റുക. അപ്പം നമുക്ക് ഇപ്പം മൈന്യൂട്ട് ഡീറ്റെയിലൊക്കെ ഇതിനകത്തൊന്നും നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇപ്പം ഒട്ടും വരയ്ക്കാൻ മേല, നമുക്കൊട്ടും അറിയാൻ മേലാത്തവർക്കും വരയ്ക്കാമല്ലോ. ഇപ്പം അറിയാൻ മേലാത്ത വരയ്ക്കാൻ അറിയത്തില്ലെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാകും. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഈ ആപ്പിലൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനകത്തെല്ലാം ചെറിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഞാൻ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന നല്ല പെർഫെക്റ്റായിട്ട് വരയ്ക്കണം എന്ന് അറിയാവുന്നവർ ഇതിന് മുകളിൽ കൂടെ വേണമെങ്കിൽ ബ്ലാക്ക് പെൻ വെച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വെച്ച് വരയ്ക്കുക. അപ്പം ഞാൻ പെൻസിൽ കൊണ്ട് വരച്ച ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താമല്ലോ. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണും കൈയും കാലും മൂക്കും എല്ലാം ഇതിനകത്ത് വരച്ചെടുക്കാൻ പറ്റും, ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പം വരയ്ക്കുന്നവർ ഇത് നോക്കി വരയ്ക്കാൻ അറിയാവുന്നവർ ഇത് നോക്കി വരച്ചാൽ മതി. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, നോക്കിയും വരയ്ക്കാറുണ്ട്, അല്ലാതെ ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് വരയ്ക്കണമെങ്കിൽ നോക്കി നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വരയ്ക്കുമ്പോൾ ചിലപ്പം മാറിപ്പോകുന്നു. ഇതേപോലെ തന്നെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ സെയിം ഡിറ്റോ കോപ്പിയായിട്ട് നമുക്ക് കിട്ടും. അതിനല്ലേ പേപ്പർ കോപ്പി എന്ന് പറയും. പേപ്പറിൽ നമ്മൾ കോപ്പി വരയ്ക്കുമല്ലേ, കോപ്പി അടിക്കുമല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ വെളിയിറക്കിയത് ഞാൻ ചെറിയ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു പിക്ചർ കൂടെ വരയ്ക്കാം. ഇപ്പം നമുക്കിത് കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ അതിനകത്ത് നമുക്ക് കൊച്ചു പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ പറ്റും. വലിയ ഇമേജസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന A4 സൈസ് ഫുള്ള് വരയ്ക്കാൻ പറ്റത്തില്ല, അതിനിത് പറ്റത്തില്ല. അല്ലാതെ ചെറിയ കാര്യങ്ങൾ നമ്മൾ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ചെറിയ ഇമേജസ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം നമ്മുടെ ഫോണിൻ്റെ അത്രയല്ലേ സൂം ചെയ്യാൻ പറ്റുമോ. അല്ല ചിലപ്പം നിങ്ങൾക്ക് ലാപ്ടോപ്പിലൊക്കെ വലുതാകാൻ പറ്റുമോ എന്ന് എനിക്കത് ലാപ്ടോപ്പിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ലാപ്ടോപ്പിൽ ചിലപ്പം അത്ര വലുപ്പത്തിൽ വരയ്ക്കും, നമ്മുടെ ഫോണിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഇമേജ് നമുക്ക് കിട്ടും. അത് ലാപ്ടോപ്പിൽ ചിലപ്പോൾ വലിയതായിട്ട് വരയ്ക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കുകയാണ്, എനിക്കറിയത്തില്ല, ഞാനങ്ങനെ വരച്ചിട്ടില്ല. അപ്പോൾ അതിലും അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഈ ഫോണിനകത്ത് മതിയല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ കോഴിക്കുഞ്ഞിനെ വരയ്ക്കാൻ പറ്റും. ഈ ടാബൊക്കെ ഇല്ലേ, ടാബുള്ളവർക്ക് ഇച്ചിരി കൂടി വലുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഇച്ചിരി കൂടി വലുപ്പമില്ലേ. അപ്പം ടാബിനകത്ത് ഇച്ചിരി കൂടി വലുപ്പമാകുമ്പോൾ നമ്മുടെ പേപ്പർ കോപ്പി ആപ്പും ഇച്ചിരി കൂടി വലുതാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫോണിനകത്ത് ഇത്ര വലുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മുടെ ലൈനൊന്നും മാറത്തുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയത്തൊന്നുമില്ല, കാരണം അത് ഓൾറെഡി ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ പലരും ചോദിക്കും ഇതെങ്ങനെ വേറെ ഏതെങ്കിലും ആപ്പ് എനിക്കെങ്ങനെ അറിയത്തില്ല. അപ്പോൾ ഈ ആപ്പിലൂടെയാണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ വരച്ച ശേഷം നമുക്ക് ബ്ലാക്ക് പെൻ കൊണ്ട് നമ്മൾ
ഔട്ട്ലൈനൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈൻ, ഇപ്പം എനിക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, നമ്മൾ പക്ഷേ സ്റ്റിക്കർ മേടിക്കുമ്പോൾ അത് കിട്ടിയില്ലെന്ന് വെച്ചോ, നമുക്കിങ്ങനെ നോക്കി വരച്ചിട്ട് നമുക്കതിനെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് ഡബിൾ സൈഡ് ടേപ്പോ അല്ലാത്ത ഗ്ലൂ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ. അപ്പം കാരണം ബാക്കി നമ്മുടെ ഈ കവായി സ്റ്റിക്കേഴ്സാണ്, ഏതൊക്കെ സ്റ്റിക്കേഴ്സ് അത് ഓൾറെഡി അവരുണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുണ്ടാക്കി തരത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഡിസൈനൊക്കെ വരച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് അതിനെ മിടുക്കനാക്കി എടുക്കുവാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഞാൻ എന്നാന്നറിയാം, സാധാരണ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരയ്ക്കുമ്പോഴത്തേന് കളർ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന ഇഷ്ടം. അത് അധികം പടരത്തില്ലേ. സ്കെച്ച് പെന്നോ ബ്രഷ് പെന്നോ ഒക്കെ ഇച്ചിരിയൊക്കെ പടരുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. എൻ്റെ പേപ്പറിൻ്റെ കുഴപ്പമായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ അത്ര പടർന്നില്ല. എന്നാലും എനിക്ക് പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നു സാധാരണ പെൻസിലുണ്ട്. പെൻസിലുണ്ട്. പിന്നെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു വെച്ചാൽ കളർ അത്ര ഡാർക്കായിട്ട് ചിലപ്പോൾ വന്നില്ലെന്നിരിക്കും. പക്ഷേ അപ്പം എന്തെങ്കിലുമായിട്ട് നമുക്ക് വരച്ചെടുത്താൽ പോരെ. അപ്പം നമ്മുടെ 2 പിക്ചറും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ശേഷം നമുക്ക് അപ്പം പക്ഷേ നമുക്കിപ്പം വലിയ ഇമേജ് നമ്മുടെ സ്കൂളിലെ പ്രൊജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സയൻസിലൊക്കെ ഇമേജ് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യാം. ട്രേസിങ് പേപ്പർ മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ A4 സൈസ് ഷീറ്റില്ല, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഓയിൽ പുരട്ടി അതിനെ ഡ്രൈ ആക്കി പ്രസ്സൊക്കെ ചെയ്ത് അതിൻ്റെ ഓയിലൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ട്രേസിങ് പേപ്പറായി മാറും. അല്ലെങ്കിൽ ഈ ട്രേസിങ് പേപ്പർ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. ഇതിന് മുകളിൽ നമുക്ക് വരച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. അപ്പോൾ ഈസി ആയിട്ട് വരയ്ക്കാം. നമ്മൾ സ്കൂളിലെ പ്രൊജക്റ്റൊക്കെ വരയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പോൾ കാണാതെ വരച്ച് പഠിക്കണം, അത് വേറെ കാര്യം. അല്ലാത്തൊക്കെ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ ചെന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ബൈ.